ഇനി നമ്മൾ ഡാറ്റ ഏതൊക്കെ തരത്തിലേക്ക് ഒരു ഇൻസ്ട്രക്ഷന് കൊടുക്കാം എന്നുള്ള കാര്യമാണ് അടുത്ത് കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷനിൽ ഓപ്പ് കോഡ് ഉണ്ടാവും, ഓപ്പറൻറ്റും ഉണ്ടാവും. അപ്പോൾ ഓപ്പറൻ്റ് എന്താണ്? ഡാറ്റയാണ്. ഡാറ്റ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റൽ 8085 8 ബിറ്റ് പ്രോസസ്സർ ആൻഡ് ഇറ്റ് ക്യാൻ ഹാൻഡിൽ 8 ബിറ്റ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ 1 ബൈറ്റ് അറ്റ് എ ടൈം. അപ്പോൾ ഇതിന് അറ്റ് എ ടൈം എത്ര ബൈറ്റ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ? 8 ബൈറ്റ് ഡാറ്റയെ നമുക്ക് 8085നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതേപോലെ തന്നെ എ മെമ്മറി ലൊക്കേഷൻ ഈസ് ഡിസൈൻ ടു സ്റ്റോർ 8 ബിറ്റ് ഡാറ്റ. ഇഫ് 16 ബിറ്റ് ഡാറ്റ ആർ ടു ബി സ്റ്റോർഡ് ദർ സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസ്. അതായത് നമ്മളുടെ കയ്യിൽ മെമ്മറി ലൊക്കേഷനുള്ളതിൽ 1 ബൈറ്റ് ഡാറ്റ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ മെമ്മറി ലൊക്കേഷൻസ് ആവശ്യമാണെങ്കിൽ നമ്മൾ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ ഇത് സ്റ്റോർ ചെയ്ത് അതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ബാക്കി ഡാറ്റ സ്റ്റോർ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു മെമ്മറി ലൊക്കേഷനിൽ 8 ബിറ്റ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ 1 ബൈറ്റേ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ 32 ബിറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, 4 ബൈറ്റ് ഡാറ്റ വേണം. അപ്പോൾ നമ്മളെങ്ങനെ സ്റ്റോർ ചെയ്യും? ആദ്യത്തെ 8 ബിറ്റ് നമ്മുടെ മെമ്മറിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ലേബിളുള്ള ഒരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. ഇനി അതിൻ്റെ തൊട്ടടുത്ത മെമ്മറി ലൊക്കേഷനിൽ ബാക്കിയുള്ള സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്യും എനിക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് അവർ സ്റ്റോറേജ് ഈസ് കംപ്ലീറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2 ബൈറ്റ്സിൽ 2 ബൈറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു യൂസ് കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസ്. ഇനി ഉദാഹരണത്തിന് അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ ഇസ് 2 ബൈറ്റ്സ്. ഇപ്പോൾ നമ്മളൊരു മെമ്മറി ലൊക്കേഷൻ്റെ കാര്യം പറയുകയാണ്. ഇന്ന മെമ്മറി ലൊക്കേഷനിലാണ് എനിക്ക് വേണ്ട ഡാറ്റ കിടക്കുന്നത്. ഈ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് 2 ബൈറ്റ്സ് ആയിരിക്കും. എന്താ അഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താ? മെമ്മറി ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അഡ്രസ്സ്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ മറ്റൊക്കെ വരുമ്പോൾ അഡ്രസ്സുള്ള പേര് നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. അഡ്രസ്സ് ഈസ് പേര് പോലെ തന്നെ നമ്മുടെ വീട്ടഡ്രസ്സിൽ വന്നിട്ടാണ് നമ്മളെ തിരക്കുക എന്ന് പറഞ്ഞ പോലെ ഈ അഡ്രസ്സിൽ വന്നിട്ടാണ് ഈ പറഞ്ഞ മെമ്മറി എന്താണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി വി ഹാവ് ടു ലുക്ക് അറ്റ് ദ വേരിയസ് ടെക്നിക്സ് ടു സ്പെസിഫൈ ഡാറ്റ ഫോർ ഇൻസ്ട്രക്ഷൻസ്. എങ്ങനെയൊക്കെയാണ് ഡാറ്റ നമുക്ക് ഇൻസ്ട്രക്ഷനിലേക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നമുക്ക് ഇനി കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, 8 ബിറ്റ് ഓർ 16 ബിറ്റ് ഡാറ്റ മേ ബി ഡയറക്റ്റ്ലി ഗിവൺ എൻ ഇൻസ്ട്രക്ഷൻസ്. നല്ലൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അതിൽ നേരിട്ട് വേണമെങ്കിൽ ഡാറ്റ കൊടുക്കാം. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താ? കൊടുക്കുന്നതല്ല 8 ബിറ്റോ അല്ലെങ്കിൽ പരമാവധി 16 ബിറ്റോ മാത്രമേ ആവാൻ പാടുള്ളൂ. The address of the memory location, input port or output device where data is present may be given in the instruction itself. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ നമ്മൾ പറയുകയാണ് എൻ്റെ അക്യൂമുലേറ്ററിനോട് ഇന്ന മെമ്മറി ലൊക്കേഷനിലുള്ള നമ്പറും കൂടെ ആഡ് ചെയ്യുക. അതങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്ട്രക്ഷനിൽ തന്നെ മെമ്മറി ലൊക്കേഷൻ കൊടുക്കുക. എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ നമ്മൾ കാണും. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഒരു രജിസ്റ്ററിൻ്റെ കാര്യം മാത്രമേ നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ പറയുള്ളൂ. ഓക്കെ, അങ്ങനെ കണ്ട് ഫോർ എക്സാമ്പിൾ ആഡ് ബി എന്നുള്ള ഒരു ഇത് കാണുമ്പോൾ നമുക്ക് സംശയം, ബിയിൽ എന്തിനോടുകൂടി ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രത്യേകിച്ച് രജിസ്റ്ററിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 2 നമ്പേഴ്സ് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. ബിയിലിരിക്കുന്ന നമ്പറിനെ ആഡ് ചെയ്യുക എന്ന് മാത്രമേ ആഡ് ബി എന്നുള്ള മീനിങ് ഉള്ളൂ. ആരോട് ആഡ് ചെയ്യണം അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ബി എന്ന രജിസ്റ്ററിലിരിക്കുന്ന ആളോടുകൂടി അക്യൂമുലേറ്ററിലിരിക്കുന്ന ആളെ ആഡ് ചെയ്യുക. ഓക്കെ, അക്യൂമുലേറ്റർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി 8085 സ്റ്റോറേജ് രജിസ്റ്റർ. അക്യൂമുലേറ്ററിലാണ് നമ്മൾ ഡാറ്റ കൊണ്ട് വയ്ക്കുക, പല ഡാറ്റയും കൊണ്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ചില ഇൻസ്ട്രക്ഷൻസിൽ ഒരു രജിസ്റ്ററിൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ, അതായത് ഓരോ ഓപ്പറൻറ്റ് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ ഓപ്പറൻറ്റ് മിക്കവാറും ഇരിക്കുന്നത് അക്യൂമുലേറ്ററിലായിരിക്കും. ഓക്കെ, ഇനി അതല്ല, സം ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈ 2 രജിസ്റ്റേഴ്സ് ഈ സ്റ്റോർസ് റിക്വയർഡ് ഡാറ്റ. ഇൻ സം ഇൻസ്ട്രക്ഷൻസ് ഡാറ്റ ഈസ് ഇംപ്ലൈഡ്, അതായത് നമ്മൾ ഡാറ്റ ഒന്നും കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്യാവുന്ന കമാൻഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻസ്ട്രക്ഷൻ വേർഡ് സൈസ്. എന്താ ഇൻസ്ട്രക്ഷൻ വേർഡ് സൈസ് എന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ദ വേർഡ് സൈസ് ഇൻ്റൽ 8085 ഇൻസ്ട്രക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോയിങ് 3 ടൈപ്സ്. ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു, എന്താ? അരിത്തമെറ്റിക് ഗ്രൂപ്പ്, ലോജിക്കൽ ഗ്രൂപ്പ്. അത് ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. രണ്ടാമത്തെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ വേർഡ് സൈസ് അനുസരിച്ച് ഇൻ്റൽ 8085 മൈക്രോ പ്രോസസ്സർ ഇൻസ്ട്രക്ഷൻസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ഇറ്റ് ഇസ് എ 1 ബൈറ്റ് അല്ലെങ്കിൽ സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ.
രണ്ടാമത്തെ ഇറ്റ് ഇസ് എ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, മൂന്നാമത്തെ ഇറ്റ് ഇസ് എ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇനി എന്താണ് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ വിളിക്കുന്നത്? In these types of instructions, the opcode specifies the registers which contain the operands. ഓപ്കോഡിൽ തന്നെ ഓപ്പറാൻസ് ഇരിക്കുന്ന രജിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്കറിയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ MOV A, B എന്ന ഒരു കമാൻഡ്. ഈ കമാൻഡിൻ്റെ എന്താ ഈ കമാൻഡ് ചെയ്യണം? അതാണ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. മൂവ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ B ടു രജിസ്റ്റർ A. ബിയിലിരിക്കുന്ന ആളെ എയിൽ കൊണ്ട് വയ്ക്കുക എന്നാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. MOV മൂവ് A, B എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആരെയാണോ പറഞ്ഞിട്ടുള്ളത് അയാളെ എടുത്ത് ആദ്യത്തെ ആളുടെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് 78 എന്നുള്ള നമ്പറാണ്. H എന്ന് വെച്ചാൽ ഹെക്സാഡെസിമലാണ്. H സ്റ്റാൻഡ്സ് ഫോർ ഹെക്സാഡെസിമൽ. അപ്പോൾ 78 എന്നുള്ളതാണ് MOV A, B എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഓപ്പ് കോഡ്. നോക്കിയേ, 78 എന്ന് പറയുമ്പോൾ അത് വേറെ നമ്പറായി മാറി. നമ്മൾ അതിനെ എന്താക്കി മാറ്റും? ബൈനറി മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുമ്പോൾ 0111 100 എന്നായി പോകും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, 78ൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈനറി ഈക്വലൻ്റ് ആണ് നമ്മൾ എഴുതിയേക്കണം. ആദ്യത്തെ 0111 എന്നുള്ളത് 7ഉം രണ്ടാമത്തെ 1000 എന്നുള്ളത് 8ഉമാണ്. ഓക്കെ, ഇനി അപ്പോൾ ഓർത്തിരിക്കാതെ എളുപ്പം. ഇനി ഈ 0111 ഉള്ളതിൽ തന്നെ ആദ്യത്തെ 01 ഇസ് ഫോർ ദ മൂവ് ഓപ്പറേഷൻ. അടുത്ത 3 ഒന്നുകൾ 111 ഇസ് ഫോർ രജിസ്റ്റർ A ആൻഡ് 000 ഇസ് ഫോർ രജിസ്റ്റർ B. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഒന്ന് 78H എന്നാണ് അതിൻ്റെ ഓപ്പ് കോഡ്. ഓക്കെ, എന്താണ് നമുക്ക് ഇങ്ങനെ MOV A, B എന്ന് എഴുതുന്നതിന് പകരം 78 എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതിൻ്റെ മെഷീൻ ഇക്വലൻ്റാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് 01 എന്നുള്ള കാര്യം. ഇനി അടുത്തത് ആഡ് B. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ അളവ് കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ എന്താ മീനിങ് എന്താ? ആഡ് ദ കണ്ടൻറ്റ് ഓഫ് രജിസ്റ്റർ B ദ കണ്ടൻറ്റ് ഓഫ് ദ അക്യൂമുലേറ്റർ. അക്യൂമുലേറ്ററിൽ ഏതോ ഒരു ഡാറ്റ കിടപ്പുണ്ട്, അതിനോടുകൂടി എന്ത് ചെയ്യുക? ഈ പറഞ്ഞ B എന്നുള്ള രജിസ്റ്ററിലുള്ള ഡാറ്റയും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സംശയം എന്താ B എന്ന് വെച്ചാൽ പ്രത്യേകം ഓർക്കണം, B ഈസ് ഒരു ജനറൽ പർപ്പസ് അല്ലെ, ജനറൽ സ്റ്റോറേജ് രജിസ്റ്ററാണ്. B.Sc DEHL എന്നുള്ള ആ ഒരു 3 പെയർസ് ഓഫ് രജിസ്റ്റേഴ്സ്. ഇനി അതേപോലെ തന്നെ സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ RAL റൊട്ടേറ്റ് അക്യൂമുലേറ്റർ ലെഫ്റ്റ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്താണ് ഈ അക്യൂമുലേറ്ററിനെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇനി അടുത്ത തന്നെ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ 2 ബൈറ്റ്സ് ഉണ്ടാവും. ഈ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന് 2 ബൈറ്റ്സ് ഉണ്ടാവും. ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇസ് ഓപ്പ് കോഡ്, ദി സെക്കൻഡ് ബൈറ്റ് ഈസ് ദി ഡാറ്റ റിട്ടേൺ. അതായത് ഓപ്പ് കോഡ് ആദ്യത്തെ ബൈറ്റും ഓപ്പറൻ്റ് രണ്ടാമത്തെ ബൈറ്റും ആയിരിക്കുന്നതാണ് നമ്മുടെ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, എ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ 2 കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു മെമ്മറി ലൊക്കേഷനിൽ 8 ബിറ്റ് അല്ലെങ്കിൽ 1 ബൈറ്റ് ഡാറ്റ മാത്രമേ കയറുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ എത്ര സ്ഥലം വേണ്ടി വരും? 2 മെമ്മറി ലൊക്കേഷൻ വേണ്ടി വരും അല്ലേ? അത് അടുത്തടുത്തിരിക്കുന്നതായിരിക്കും വേണം. നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. MVI B,05. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയണത്? MVI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ഇമ്മീഡിയറ്റ് എന്നാണ്. അതാണ് MVI. ഓക്കെ, മൂവ് ഇമ്മീഡിയറ്റ് B,05. അപ്പോൾ എന്താ 05 എന്നുള്ള നമ്പറിനെ B എന്നുള്ള രജിസ്റ്ററിൽ കൊണ്ട് വയ്ക്കുക എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓപ്പ് കോഡാക്കി മാറ്റുമ്പോൾ 06,05 ആയിപ്പോവും. അപ്പോൾ ഈ ആദ്യത്തെ 06 സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് ഓപ്പ് കോഡ് ഫോർ MVI B എന്നുള്ളതിനെ നമ്മൾ മൈക്രോ പ്രോസസ്സറിൻ്റെ ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ നീമോണിക്സ് മാറ്റി എന്താ ഓപ്പ് കോഡാക്കി മാറ്റുമ്പോൾ ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് 06. പിന്നത്തെ 05 ഡാറ്റ അല്ലേ? 06 എന്നുള്ളത് 1 ബൈറ്റും രണ്ടാമത്തെ ബൈറ്റ് 05 എന്നുമാണ്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി എ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ അല്ലേ? കാരണം ആദ്യത്തെ ബൈറ്റിൽ ഓപ്പ് കോഡ് സ്റ്റോർ ചെയ്തു, രണ്ടാമത്തെ ബൈറ്റിൽ ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്തു. ഇവിടെ ഓപ്പറൻ്റ് എന്നുള്ളത് നേരിട്ട് നമ്മൾ കൊടുത്തിരിക്കുക. 5 എന്നുള്ള അക്ക ആഡ് ചെയ്യുക എന്നാണ് നമ്മൾ നേരിട്ട് പറയുന്നത്. ആരോടുകൂടി ആഡ് ചെയ്യുക? അക്യൂമുലേറ്ററിനോടുകൂടി ആഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ IN01 റീഡ് ഡാറ്റ അറ്റ് പോർട്ട് B എന്നുള്ളതാണ് അത് കാരണം. ഇന്ന് നമുക്കറിയാം ഇൻപുട്ടാണ്. അപ്പോൾ ഏതോ ഒരു ഇൻപുട്ട് പോർട്ടിൽ ഡാറ്റ വന്നിട്ടുണ്ട്, അതിനെ റീഡ് ചെയ്യാനാണ് നമ്മൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ മീനിങ്.
ഇനി എന്താ അടുത്താണ് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എന്താണ് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് ബൈറ്റ് ഈസ് ഓപ്പ് കോഡ് ആൻഡ് ദ സെക്കൻഡ് ആൻഡ് തേർഡ് ബൈറ്റ്സ് ആർ ഐദർ 16 ബിറ്റ് ഡാറ്റ ഓർ അഡ്രസ്. അപ്പോൾ ഒരു ബൈറ്റിൽ ഓപ്പ് കോഡ് സ്റ്റോർ ചെയ്യുകയും നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്ക് ചിലപ്പോൾ 8ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു ബൈറ്റ് മുഴുവനും എടുക്കാൻ ആവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ ബൈറ്റ് ഓപ്പ് കോഡും 2ഉം 3ഉം ബൈറ്റുകൾ എന്തായിരിക്കും, ഓപ്പറൻസും ആയിരിക്കും. ഓക്കെ, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ഇൻ 3 കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻ. നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഉദാഹരണം 2400 എന്നുള്ളതാണ് ഒരു മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ 2400, 2401, 2402 എന്നുള്ള തരത്തിലാണ് ഇത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ സംശയം പറയാം, എന്താ ഈ 2400 എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറേജ് ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് 2400 എന്ന് വെച്ചാൽ. അഡ്രസ്സ് അല്ലെങ്കിൽ ലൊക്കേഷനാണ് ഈ പറഞ്ഞ നമ്പേഴ്സായിട്ട് വരിക. അപ്പോൾ നോക്കിയേ, അതിൻ്റെ ഒരു എക്സാമ്പിളാണത് LXIH,2400H. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു പേറുകളുടെ കാര്യം പറഞ്ഞല്ലോ, BCDEHL അല്ലേ. ഇതിൽ ഈ LXIH,2400H എന്ന് എഴുതിയിരിക്കണം എന്താ, ലോഡ് HL പെയർ വിത്ത് 2400H. HL പെയറിനെ എന്ന് വെച്ചാൽ എന്താണ്, 2 രജിസ്റ്ററുകളുടെ ഒരു കൂട്ടമാണ്. അതിലേക്ക് എന്ത് സ്റ്റോർ ചെയ്യുക, ഈ പറഞ്ഞ 2400 എന്നുള്ള ഹെക്സാഡെസിമൽ നമ്പർ സ്റ്റോർ ചെയ്യുക. ഇത് നമ്മൾ ഓപ്പ് കോഡാക്കി മാറ്റുമ്പോൾ നോക്കിയേ, 21 ആദ്യം 21 എന്നുള്ളതാണ് നമ്മുടെ LXIH എന്നുള്ളതിൻ്റെ ഓപ്പ് കോഡ്. അപ്പോൾ ആവശ്യം വരും ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, ഇത് ലിസ്റ്റ്. ഓക്കെ, നമുക്ക് ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ LXIH എന്നുള്ളതിൻ്റെ ഓപ്പ് കോഡാണ് ഈ പറഞ്ഞ 21. പിന്നെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്തേക്കണം നോക്കിയേ, ഡാറ്റ സ്റ്റോർ ചെയ്തേക്കണേ നോക്കിയേ, രണ്ടാമത്തെ 00 എന്നുള്ള എന്താ, നമ്മൾ 2400ൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ആണ് അവസാനത്തെ 2 00s, അതാണ് പിന്നെ വരണത് അല്ലേ. പിന്നെ എന്താ 24, അപ്പോൾ 21,00,24 അവസാനം 24 എന്താ, ഇറ്റ് ഇസ് ദി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, MSB അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് നോക്കി. അതിൽ 3 ബൈറ്റ്സ് നമുക്ക് നമ്മുടെ ഉണ്ടായിട്ടില്ലേ, 21 എന്നുള്ളത് ഒരു ബൈറ്റ് എന്താണ് എടുക്കും, 00 എന്നുള്ളത് വേറൊരു ബൈറ്റ് വേറൊരു 1 മോർ ബൈറ്റ് എടുക്കും, 24 എന്നുള്ളത് അടുത്ത ബൈറ്റ്. സോ ദിസ് എ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്താ, ഇറ്റ് ലോഡ് ദി HL പെയർ വിത്ത് ദിസ് ഡാറ്റ. ഓക്കെ, ഇനി അതേപോലെ തന്നെ LDA 2500H, അഗെയിൻ H എന്നാൽ ഹെക്സാഡെസിമൽ ആണ്, ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ 2500 ഇൻറ്റു അക്യൂമുലേറ്റർ. അതായത് LDA എന്ന് വെച്ചാൽ ലോഡ് അക്യൂമുലേറ്റർ എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ വരിക. 2400 എന്നുള്ള മെമ്മറി ലൊക്കേഷൻ ചെന്നിട്ട് അവിടെ എന്താണോ സ്റ്റോറി വെച്ചിട്ടുള്ളത് അതെടുത്ത് എവിടെ കൊണ്ടുവയ്ക്കുക, അക്യൂമുലേറ്ററിൽ കൊണ്ടുവയ്ക്കുക. പ്രത്യേകം ഓർക്കണം, അക്യൂമുലേറ്റർ കൊണ്ടുവയ്ക്കുന്നത് 2500 എന്നുള്ള ഡാറ്റയല്ല, പകരം 2500 എന്നുള്ള അഡ്രസ്സിൽ ആരാണോ ഇരിക്കുന്നത് അയാളെ കൊണ്ട് അക്യൂമുലേറ്റർ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അംജിത്തിനോട് ചെന്ന് ക്ലാസ്സിലിരിക്കാൻ പറയാൻ, ഞാൻ അപ്പം ശരിക്കും എന്താ പറയണ്ട, അംജിത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് വീടിനോടല്ല ചെന്ന് ക്ലാസ്സിൽ ഇരിക്കാൻ പറയാം, പകരം എന്താ വീടിനകത്തിരിക്കുന്ന അംജിത്തിനോടാണ് ക്ലാസ്സിലേക്ക് വരാൻ പറയാം. എന്ന് പറഞ്ഞ പോലെ തന്നെ 2500 എന്നുള്ളത് മെമ്മറി ലൊക്കേഷനാണ്. ഇവിടെ ആരാണോ ഇരിക്കുന്നത് അയാളെ പിടിച്ച് എവിടെ കൊണ്ടുവയ്ക്കുക, അക്യൂമുലേറ്റർ കൊണ്ടുവയ്ക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. അതുപോലെ ജമ്പ് 2050H, ജമ്പ് ടു ദി അഡ്രസ് 2050. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ഇനി വരുന്നത് അഡ്രസ്സിങ് മോഡ്സ് ആണ്. അതെന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.